ടു സിനിമോട്ടോമായി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സാംസങ് ഗാലക്സി ടാബ് A9+ 5G വാങ്ങിച്ചിട്ട് ഇന്നേക്ക് 6 മാസമായിരിക്കുകയാണ്. അപ്പം ഇവരെ അൺബോക്സിങ് സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇവൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ നിങ്ങൾക്ക് തരാമെന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വൺസ് അഗെയിൻ വെൽക്കം ടു സിനിമോട്ടോമാൻ. ഇതാണ് നമ്മളുടെ ആൾ. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കവേഴ്സിലാണ് ഇത് ലഭിച്ചത്. ഇന്നത്തെ പുതിയ ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഈ കവറിൻ്റെ അകത്ത് ഈ ഒരു ടാബ്ലറ്റും Type-C to C ഡാറ്റ അല്ലെങ്കിൽ ചാർജിങ് കേബിളും പിന്നെ ഒരു സിം എജക്ടറും ഒപ്പം യൂസർ മാനുവലും അല്ലാന്നുണ്ടെങ്കിൽ വാറണ്ടി കാർഡും ഇത് മാത്രമാണ് ലഭിച്ചത്. മറ്റൊന്നും തന്നെ ലഭിച്ചില്ല. ഇതിനു വേണ്ടി എൻ്റെ ഒരു റെഡ്മിയുടെ ചാർജർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്തത്. ഒപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ 25-ൻ്റെ ഒരു ചാർജറും കൂടെ ഫാസ്റ്റ് ചാർജർ ഞാൻ വാങ്ങുകയും ചെയ്തു. യെസ്, ഇനി നമുക്ക് നമ്മളുടെ ഗാലക്സി ടാബ് A9+ 5Gനെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. യെസ്, നമ്മുടെ സിലിക്കോൺ കേസിൽ നിന്ന് നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. ഫസ്റ്റ് ഒന്ന് ഈ ഒരു സിലിക്കോൺ കേസ് ഞാൻ ഇതിനു വേണ്ടി വാങ്ങിച്ചാണ്. എൻ്റെ 900 രൂപയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. സോ ഇതാണ് ഇവൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഫുള്ളി അലുമിനിയം ബോഡിയാണ്. ഇതിൻ്റെ ബോഡിയുടെ ഡയമെൻഷൻ ഫസ്റ്റ് പറയാം. 257 mm നീളവും 167 mm വീതിയും 6.7 mm തിക്നെസ്സുമാണ് ഇതിന് വരുന്നത്. താഴെ നമുക്ക് എക്സ്റ്റേണൽ കീബോർഡ് കേസ് കണക്ട് ചെയ്യാനുള്ള കണക്ടറും അതിൻ്റെ ഹോൾഡ് ചെയ്യാനുള്ള ഹുക്കും മറ്റു കാര്യങ്ങളും കാണാം. ഈ താഴെയായിട്ടാണ് ഇതിൻ്റെ സിം ഇൻസെർട്ടിങ് ട്രേയും ഒപ്പം അതിനോട് തന്നെ എക്സ്റ്റേണൽ കാർഡും. ഇത് സെല്ലുലാർ മോഡലായതുകൊണ്ട് നമുക്ക് നാനോ സിം ഇടാം. ഒപ്പം തന്നെ ഈ സിം നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സും ഒപ്പം ഇവിടെ Type-C ചാർജിങ് പോർട്ടും കാണാം. ഇതുപോലെ തന്നെ സ്പീക്കർ സിസ്റ്റം ഇവിടെയുണ്ട്. അപ്പം മൊത്തം 4 സ്പീക്കറാണുള്ളത്. കമ്പനി ഇനി വിളിക്കുന്നത് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആൻഡ് ക്ലാരിറ്റി ഗംഭീരമാണ്. അപ്പം ഇതൊക്കെയാണ്. സിംഗിൾ ക്യാമറ ലെൻസാണ് വരുന്നത്. 8 MB. മേളിലാണ് വോളിയം കൺട്രോൾ ബട്ടണും സ്ക്രീൻ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടണും. ഇവിടെയാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ഇയർ സ്പീക്കർ സിസ്റ്റം വരുന്നില്ല. അതുകൊണ്ട് കോൾ വിളിക്കുമ്പോൾ കോൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൗഡ് സ്പീക്കറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് രഹസ്യമായിട്ട് സംസാരിക്കാൻ വരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ ഹലോ ചാടിക്കയറി പറയരുത്. നല്ല ലൗഡായിരിക്കും കേൾക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ഇതിനു വേണ്ടി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ഇവൻ വന്നപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഇതിനു വേണ്ടി വാങ്ങിച്ച ഒരു ഹെഡ്ഫോൺ വാങ്ങിച്ചു. ഒപ്പം തന്നെ ലോജിടെക്കിൻ്റെ ഒരു ബ്ലൂടൂത്ത് കീപാഡും ഒരു മൗസ് കോമ്പോസിറ്റ് മൗസും വാങ്ങിച്ചു. പിന്നെ ഇവൻ്റെ കണക്ടർ കണക്ട് ചെയ്യാനായിട്ടൊരു OTG കണക്ടർ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനു വേണ്ടി വാങ്ങിച്ചത്. വാങ്ങിയ സമയത്ത് എനിക്ക് 3 കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിരുന്നു. സിൽവർ, ഗ്രാഫൈറ്റ് ആൻഡ് നേവി ബ്ലൂ. നേവി ബ്ലൂ ആണ് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിങ്ങനൊരു കേസിനകത്ത് നമ്മൾ ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ അതിൽ കളറിൽ വലിയ കഥയില്ല. സോ എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 465 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഞാൻ ഇവനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 6 മാസത്തിനിടെ ഞാൻ ഒരുപാട് ഇവനെ ഉപയോഗിച്ചു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിൽ കൂടുതൽ റിസൾട്ടാണ് ഇവൻ എനിക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഒരു ടാബ് വാങ്ങാനുള്ള കാരണമെന്നും അതിൽ തന്നെ സാംസങ് എന്ന പർട്ടിക്കുലർ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ കാരണമെന്നും ഈ മോഡൽ തന്നെ വാങ്ങാൻ കാരണമെന്നും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എനിക്ക് ജോലി സംബന്ധമായിട്ട് ക്ലൈൻറ്റ് മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് വന്ന സമയത്ത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മടുത്തു. അതായത് കമ്പ്യൂട്ടറിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന എററുകളും ബഗ്ഗുകളും ഒക്കെ ഒരുപാട് നമ്മുടെ ഡിസ്കഷനുകളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സമയത്ത് ഫോണിന് തൊട്ട് മേലെ എന്നാൽ കമ്പ്യൂട്ടറിൽ അത്രയും താഴെ നിൽക്കുന്ന ഒരു ഡിവൈസ് പിന്നുള്ളത് നമുക്ക് ഐപാഡ് അല്ലെങ്കിൽ ഒരു ടാബ് മാത്രമേ ഉള്ളൂ. ഐപാഡ് പുതിയ ജനറേഷനൊക്കെ നല്ല വില വരും. അപ്പം ഞാൻ ഓർത്തു ഒരു 30,000 രൂപ ബഡ്ജറ്റ് ഇട്ടു. അപ്പോൾ പിന്നെ ഓർത്തു ഏത് ബ്രാൻഡ് വേണം. അപ്പോൾ സാംസങ് തന്നെ വേണം. അത് നിർബന്ധമായിരുന്നു. സാംസങ് എന്ന ബ്രാൻഡ് നിർബന്ധമാകാൻ കാരണമെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ 2 സാംസങ്ങിൻ്റെ ഗാഡ്ജറ്റ് ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ്ലി ഞാൻ കോളേജിൽ പഠിച്ചു വന്നപ്പോൾ സാംസങ്ങിൻ്റെ ചാമ്പ് എന്ന് പറയുന്ന ഫോണായിരുന്നു. മ്യൂസിക് ടച്ച് ഫോണായിരുന്നു. ചില ആളുകൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആ കാലഘട്ടത്തിൽ 2011 വന്ന കാലഘട്ടത്തിലൊക്കെ ഭയങ്കര തരംഗം സൃഷ്ടിച്ചൊരു ഫോണായിരുന്നു. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം. കയ്യിലൊക്കെ ഒരു സ്ട്രാപ്പ് ഉപയോഗിച്ച് ആ ഫോൺ കെട്ടി വെച്ചിട്ട് ഇന്ന് നമ്മളൊരു ആക്ഷൻ ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ചെയ്തേക്ക് ഡാൻസ് കളിച്ച് പോകുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര തരംഗമായിട്ട് 3600 രൂപയ്ക്ക് ആ സാധനം കൊണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചു. അതിനുശേഷം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വീണ്ടും സാംസങ്ങിലേക്കാണ്. സാംസങ് കോർ എന്ന് പറഞ്ഞ ഫോണായിരുന്നു. ഈ 2 സാംസങ്ങിൻ്റെ ഫോണുകളും മാക്സിമം ഉപയോഗിച്ചായിരുന്നു. അതായത്
മാക്സിമം അത് ഉപയോഗിച്ച് അതിൻ്റെ അങ്ങേയറ്റം വരെ പോയി പലപ്പോഴും നിലത്ത് വീഴുകയും ബൈക്കിൽ തെറിച്ച് പോവുകയും ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേനും അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഒരു പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റ് ഉണ്ടാവുകയോ ഡിസ്പ്ലേ ഇന്നത്തെ ഫോണുകളൊക്കെ ജസ്റ്റ് ഒന്ന് നിലത്ത് വീണാൽ തന്നെ ഡിസ്പ്ലേ ഡിം, പക്ഷേ അതുപോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അത് സൃഷ്ടിച്ചില്ല. പിന്നീട് കാലഘട്ടം മാറിയനുസരിച്ച് ആൻഡ്രോയിഡ് തരംഗമായി പിന്നെ സെൽഫി എക്സ്പെർട്ട് ഫോണുകളിലേക്ക് പിന്നെ വന്ന് ഐഫോൺ വരെ വന്നു. കമ്പ്യൂട്ടറും ഫോണൊക്കെ ഉപയോഗിച്ച് മടുത്തിട്ട് നമുക്ക് നമ്മുടെ ജോലി കുറച്ചുകൂടി ഈസി ആക്കണം, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇതിന് 10 ഇരട്ടി റിസൾട്ടാണ് ഇവരെന്ന് എനിക്ക് തരുന്നത്. ഇതുവരെ 4 അപ്ഡേഷൻസ് ഞാൻ ചെയ്തു. മൊത്തത്തിലുള്ള തീമിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ, അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ മാത്രമേ വന്നുള്ളൂ. കൂടുതൽ വിശദമായിട്ട് കാർഡ് കയറി പറയുന്നതിന് മുമ്പ് ഇവൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് വരാം. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റാണ് വിത്ത് ഒക്ടാ കോർ പ്രോസസ്സറാണ്. ബാറ്ററി 7000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. സ്ക്രീൻ സൈസ് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പം എനിക്ക് 10 ഇഞ്ച് മേളിൽ വരുന്ന ഒരു ടാബ് വാങ്ങുമ്പോൾ 10 ഇഞ്ചിന് മേളിലുള്ള സാധനം വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക അറിയില്ല, പ്രോജക്ട് പ്രസൻറ്റേഷൻ എടുക്കുന്ന നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫോണിൻ്റെ വലിപ്പമുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ അവർ ഓർക്കും ഈ ഫോണാണോ ഓർത്ത് കഴിഞ്ഞാൽ. കാരണം സാംസങ് ലൈറ്റ് 9000 രൂപ മുതൽ 12000 രൂപയുള്ള പ്രൈസ് റേഞ്ചിന് കിട്ടുമായിരുന്നു ടാബ്, സാംസങ് ടാബ് ലൈറ്റ്, ഗാലക്സി ടാബ് ലൈറ്റ്. പക്ഷേ അതിൻ്റെ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് ഒരു 8.5 ഇഞ്ച് 9 ഇഞ്ച് ആ സൈസൊക്കെ വരുന്നുള്ളായിരുന്നു. കുഴപ്പമില്ല. പക്ഷേ എന്നാലും എനിക്ക് 10 ഇഞ്ച് വേണം നിർബന്ധമുണ്ട്. ഞാനൊരു 30,000 രൂപ ബഡ്ജറ്റ് ഇട്ടു. ഇപ്പോൾ ഒരു 11,000 രൂപ മുതൽ ഒരു 12,000 രൂപ വരെയൊക്കെ ഈ വൺ പ്ലസിൻ്റെ ആണെങ്കിലും ശരി, ലെനോവോ ആണെങ്കിലും റിയൽമി റെഡ്മിയുടെ ഒക്കെ പാഡുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതൊന്നും എനിക്ക് വേണമെന്ന് തോന്നിയില്ല. 12 ഇഞ്ച് വരെ സൈസ് വരെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ആക്ച്വലി വാങ്ങണമെന്ന് തീരുമാനമെടുത്ത് എനിക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി കാത്തിരിക്കാൻ അത്ര ക്ഷമയില്ലായിരുന്നു. ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേനും ഓക്കെ ടാബ് എടുക്കാമെന്ന ഡിസിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നേരെ വണ്ടി എടുത്ത് ഷോപ്പുകളിലേക്കാണ് പോയത്. കാരണം കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ പല ഷോപ്പുകളും ഓക്സിജനും മൈജിയൊക്കെ ഉള്ള ഷോപ്പുകൾ ഞാൻ കയറി ചോദിച്ചു. ചിലത്ത് റെഡി സ്റ്റോക്ക് ഉണ്ടായി, ചിലത്ത് പല മോൾസ് റെഡി സ്റ്റോക്ക് ഇല്ലായിരുന്നു, ടൈം എടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിലൊരു സാധാ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ച പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. LCD TFT സ്ക്രീനാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബട്ടർ സ്മൂത്തുള്ള സ്ക്രീനാണ്, നല്ല സ്ക്രീൻ റെസ്പോൺസ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, പ്രോജക്ട് പ്രസൻറ്റേഷനും അല്ലെങ്കിൽ ക്ലയൻറ്റ് മീറ്റിങ്ങിനും ഒക്കെയാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ ഞാനിപ്പം അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ എൻ്റെ കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്തത്. നേരത്തെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ക്ലയൻസുകൾ എപ്പോഴും കോൾ വിളിക്കും. അപ്പോൾ അവർക്കനുസരിച്ച് നമുക്ക് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊട്ടേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ കമ്പ്യൂട്ടറിൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരണം. വണ്ടിയെ വെച്ചത് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പം അത്രയും സമയം ഞാനോട് പറയാം. ഇപ്പം ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് വണ്ടി സൈഡാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൊട്ടേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടി. ഒന്നത്. രണ്ടെന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിങ്. കമ്പ്യൂട്ടർ ചെയ്തിരുന്ന എല്ലാ വീഡിയോ എഡിറ്റിംഗ് സെറ്റപ്പും ഞാൻ ഇവിടുത്തെ ചെയ്തിട്ട് ഡിജിറ്റൽ ക്യാമറ, അതായത് ക്യാനോൺ ക്യാമറ കണക്ട് എന്ന ആപ്പ് ഉപയോഗിച്ച് ആ ക്യാമറയിലെ ഫുട്ടേജിലൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ടും അത് സെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആക്ഷൻ ക്യാമറയിലെ DJI Mimo എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഗെയിം മാത്രമേ ഞാൻ കളിക്കാറില്ല. ബാക്കി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റ് യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സ്പോട്ടിഫൈ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇതെല്ലാം വിധത്തിലിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ, നമ്മുടെ സ്വന്തം കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും കോൺവെർസേഷനും എല്ലാ കാര്യങ്ങളും ഇവിടുത്താണ് നടക്കുന്നത്. എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ബിസിനസ് സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു 4 മടങ്ങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റ് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ 101% ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതിനകത്ത് ചാർജ് ആക്ച്വലി ഫാസ്റ്റ് ചാർജിലാണെങ്കിൽ ഇനി അതെല്ലാം നോർമൽ ചാർജിലാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. എങ്ങനെ തലകുത്തി കിടന്ന് ഉപയോഗിച്ചാൽ ഞാൻ നേരത്തെ 2 മണിക്കൂർ മോശമില്ലാത്തൊരു ചാർജ് നയിക്കുന്നത്. പലപ്പോഴും വണ്ടിയിലേക്കാണ് എപ്പോഴും കുത്തിയിടാറുള്ളത്, കണക്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇതുപോലെ എറേഴ്സോ ബഗ്ഗുകളോ ഹീറ്റിംഗ് ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പൊതുവേ ഉള്ള വിശേഷങ്ങൾ. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് എടുത്ത് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. NFC സപ്പോർട്ടല്ല, അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് NFC ഇല്ല, പിന്നെ റേഡിയോ അവൈലബിൾ അല്ല. സോ അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മറ്റ് യാതൊന്നുമില്ല. 5G ആയതുകൊണ്ട് തന്നെ ഗംഭീര ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഷെയർ ചെയ്ത് വേറെ 4 ഫോണുകൾ വേറെ ഉപയോഗിക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇവൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റൊക്കെ ഒന്ന് അടിപൊളിയാക്കാനായിട്ടോ ഇതുപോലെ വീഡിയോ എഡിറ്റിംഗ് പർപ്പസുകളോ ഒക്കെ ആയിട്ട് ഏറ്റവും മികച്ച ഒരു ഗാഡ്ജറ്റ് ടാബ് സെഗ്മെൻറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായിരിക്കും സാംസങ് ഗാലക്സി ടാബ് A9 Plus 5G എന്നത്.
6 months ആയിട്ട് ഞാൻ ഗംഭീര സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഒരു 6 months ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടുന്ന മൊത്തം എനിക്ക് ബോണസാണ്. കാരണം ഞാൻ അതുപോലെ ഉപയോഗിക്കുന്നുണ്ട് ഇത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളും ഞാൻ പ്രൈസ് പറഞ്ഞില്ല അല്ലേ? യെസ്, പ്രൈസ് ആക്ച്വലി ഞാൻ 25,000 രൂപ കറക്റ്റ് കൊടുത്താണ് വാങ്ങിച്ചത്. ഇതിൻ്റെ 4 സ്പെക്കുകൾ ഉള്ള മെമ്മറി സ്പെക്കുകളുള്ള അവൈലബിൾ ആണ്. അതായത് 64 ഇൻറ്റേർണൽ 4GB RAM, 128 ഇൻറ്റേർണൽ 4GB RAM, 128 ഇൻറ്റേർണൽ 8GB RAM, 256 ഇൻറ്റേർണൽ 8GB RAM. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് സെക്കൻഡ് ലാസ്റ്റ് മോഡലാണ്. ഏതാണ്? 128 ഇൻറ്റേർണൽ 8GB RAM ആണിത്. അപ്പോൾ അതിനനുസരിച്ച് കമ്പാരിറ്റീവ് പ്രൈസ് കൂടുതലും കുറവൊക്കെ ആയിരിക്കാം. മാത്രമല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും മറ്റ് ഷോപ്പുകളിലൊക്കെ ഒരു പക്ഷേ അങ്ങ് നേരിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. എന്തായാലും ആ പ്രൈസ് കൊടുത്തുവെങ്കിൽ പോലും അത് കൂടുതലാണോ കുറവാണോ അതിനെപ്പറ്റി ഒരു റിഗ്രറ്റും അടിക്കുന്നില്ല. ലാഭമോ നഷ്ടമോ ഒന്നുള്ളതല്ല, നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അത് തീർച്ചയായിട്ടും ഇതിൽ 101% സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് സിനിമാട്ടോമാൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അതിഗംഭീരമായൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുപിട്ടാം. ഓക്കെ, അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, ബൈ.